നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 10 ദിവസം മാത്രം. സാമൂഹ്യക്ഷേമ പെൻഷനും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും സജീവ ചർച്ചയാക്കുകയാണ് മുന്നണികൾ. മലയോര മേഖലയിലെ വന്യജീവി ആക്രമണവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകും. വരും ദിവസങ്ങളിൽ LDFും UDFും കൂടുതൽ നേതാക്കളെ നിലമ്പൂരിൽ പ്രചാരണത്തിനിറക്കും. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് NDA പ്രചാരണം കൂട്ടുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിലമ്പൂരിൽ പ്രചാരണത്തിന് ഇറങ്ങും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ. ഈദ് മുബാറക്. പെരുന്നാൾ ദിനത്തിൽ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ എങ്ങനെയാണ്? വിഷയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ അല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ? സുജയ പറഞ്ഞ ഈദ് മുബാറക്. നിലമ്പൂരിൽ ഇന്ന് ഈ ഈദ് മുബാറക്കുമായി ബന്ധപ്പെട്ട പെരുന്നാൾ ആഘോഷമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചാരണ രംഗത്തില്ല. പക്ഷേ വീട് കയറുന്ന അടക്കം, കാരണം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ദിവസമാണ്. അത് പ്രവർത്തകരൊക്കെ വീട് കയറി അവരുടെ ലഘുലേഖകളൊക്കെ വിതരണം ചെയ്ത് വോട്ടുറപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ അങ്ങനെ ആയിരിക്കില്ല. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, എല്ലാ മുന്നണികളുടെ നേതാക്കളും നാളെ മുതൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രചാരണമാകും. പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാണ് ഇനി നേതാക്കളൊക്കെ നിലമ്പൂരിലേക്ക് എത്തുക. മാത്രവുമല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കാഗാന്ധി, MP കൂടിയായ പ്രിയങ്കാഗാന്ധി പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ എത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രീകരിക്കുന്നു. BJP ആണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് ജോർജ് കുര്യനെ പോലെയുള്ള ക്രൈസ്തവ നേതാക്കളെ കൂടി മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറക്കുന്നുണ്ട്. ജോർജ് കുര്യൻ ഇന്ന് മണ്ഡലത്തിലുണ്ട്. ഏതായാലും 4 സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷയിൽ. 10 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികൾ, അത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും LDF സ്ഥാനാർത്ഥി M സ്വരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും PV അൻവർ അടക്കമുള്ളവർ, അവരൊക്കെ പ്രചാരണത്തിൽ സജീവമാണ്. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. അതിലൊന്ന് സാമൂഹ്യക്ഷേമ പെൻഷനാണ്. ആ പെൻഷനുമായി ബന്ധപ്പെട്ട KC വേണുഗോപാലിന്റെ പരാമർശമാണ്. ഒപ്പം നിലമ്പൂരിലെ മറ്റ് പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം UDF പ്രധാന ചർച്ചയാക്കി മാറ്റുന്നത് പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശമാണ്. എല്ലാം തെരഞ്ഞെടുപ്പ് ദിവസം വരെ സജീവമാക്കി നിലനിർത്താനുള്ള ശ്രമമാണ് മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആർ റോഷിപാൽ, വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് അടുത്ത 10 ദിവസങ്ങളിൽ മണ്ഡലം കടക്കാൻ പോവുകയാണ്. ചൂടോടെ ആ വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. താങ്ക് യു റോഷിപാൽ. ഹാവ് എ നൈസ് ഡേ.